ഹലോ, നമുക്കിന്ന് KFC സ്റ്റൈലിൽ ചിക്കൻ സ്ട്രിപ്സ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ഞാൻ 2 കപ്പ് മോരെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളി ചതച്ചതും ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അത് ഞാൻ നോൺ വെജൊക്കെ വെക്കുമ്പോൾ ഇടാറുണ്ട്, അതുകൊണ്ട് ചേർത്തു. പിന്നെ 1/2 ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ചേർത്തിട്ടുണ്ട്. അതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഞാനിവിടെ ചിക്കൻ സ്ട്രിപ്സ് പോലെയാണ് ചിക്കൻ മുറിച്ചെടുത്തിരിക്കുന്നത്, അത് ചേർത്ത് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ലെഗ് പീസ് വേണമെങ്കിൽ ലെഗ് പീസായിട്ട് ചേർക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിന് എന്ത് വേണമെങ്കിലും കൊടുക്കാം. എനിക്കിവിടെ സ്ട്രിപ്സായിട്ട് ഉണ്ടാക്കുന്നത് കുറച്ചും കൂടി നല്ലതെന്ന് തോന്നിയപ്പോൾ അങ്ങനെയാണ് ഇട്ടത്. അതൊരു 1/2 കിലോളം ചിക്കൻ സ്ട്രിപ്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ എല്ലുള്ള ചിക്കനിൽ നിന്ന് ആണ് ഇത് ഇങ്ങനെ മുറിച്ചെടുത്തത്. ആ ബ്രസ്റ്റ് പീസ് മാത്രം എടുത്തിട്ട് അങ്ങനെ ആക്കിയതാണ്. അപ്പോൾ ഇടയിൽ എല്ലുള്ള പീസുകളും ഉണ്ട്. നമുക്ക് ബോൺലെസ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം, പക്ഷേ കുറച്ചും കൂടി ടേസ്റ്റ് ഇങ്ങനത്തെ ചിക്കനാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതിട്ട് കൊടുത്തിട്ട് അതൊന്ന് ഒരു ക്ലിംഗ് റാപ്പ് വെച്ച് കവർ ചെയ്ത് ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കാം. അതിന് ശേഷം നമുക്ക് ഒരു മണിക്കൂർ 2 മണിക്കൂർ അല്ലെങ്കിൽ ഓവർനൈറ്റൊക്കെ അത് അവിടെ ഇരിക്കട്ടെ. ഞാൻ പിന്നെ 1 കപ്പ് മൈദയിലേക്ക് 1/2 കപ്പ് കോൺഫ്ലോർ, ഉപ്പ്, പിന്നെ ഒരു ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി, പിന്നെ ഞാനിവിടെ വെളുത്തുള്ളി നന്നായി ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കി അത് പൊടിച്ച് അതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് ആ ഫ്ലോറ് തയ്യാറാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂറാണ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചത്. ആ ചിക്കൻ അതിലേക്ക് എടുത്തിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഫ്ലോർ നന്നായിട്ട് അതിൽ തേച്ച് പിടിപ്പിക്കാം. അതിന് ശേഷം നമുക്കതിൽ നിന്ന് ഇതെടുത്തിട്ട് വീണ്ടും ആ തണുത്ത വെള്ളത്തിലിട്ട് കൊടുക്കണം. തണുത്ത വെള്ളം എന്ന് പറഞ്ഞാൽ ഞാൻ ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് വേണം നമ്മൾ ഈ ചിക്കൻ ഇങ്ങനെ കോട്ട് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ അതിന് പ്രത്യേക അളവൊന്നുമില്ല, നമ്മുടെ ഈ ചിക്കൻ അതിൽ മുങ്ങിക്കെടുക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ അതിനുള്ള വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ ഈ ചിക്കൻ്റെ പീസസ് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. അത് പരസ്പരം ഒട്ടിപ്പിടിക്കരുത്. ഞാനിങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കണം, ഒരുമിച്ചിട്ട് കൊടുക്കണമെന്നുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കാം, അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ അധികം ഒട്ടിപ്പിടിക്കാണ്ടിരുന്ന അടുത്തടുത്ത് കിടക്കാണ്ടിരുന്നാൽ മതി. എന്നിട്ട് അതൊരു 2 മിനിറ്റൊക്കെ ഒന്ന് അതിൽ കിടന്നിട്ട് നമുക്ക് വീണ്ടും അതിൽ നിന്ന് എടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ ഫ്ലോറിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് പിന്നെയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ കോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചത് അതുപോലെ കോട്ട് ചെയ്യണം. നേരത്തെ ഞാനൊന്ന് റഫായിട്ട് എല്ലാം കൂടിയൊക്കെ ഇട്ട് കോട്ട് ചെയ്തിരുന്നു. അങ്ങനെയല്ലാതെ ഓരോന്നും എടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ മുകളിലൊക്കെ ഫ്ലോർ ഇട്ട് കൊടുത്ത് ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ ഞാനിങ്ങനെ KFC ഒന്നും വാങ്ങാറില്ല, ഇവിടെ ആർക്കും അത് അത്ര ഇഷ്ടമില്ല, അപ്പോൾ അതുകൊണ്ട് വാങ്ങാറില്ല. അപ്പോൾ അനിയത്തി വന്നപ്പോൾ ഒരു ദിവസം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മോൾ കഴിച്ചപ്പോൾ മോൾക്കത് ഇഷ്ടപ്പെട്ടു. പക്ഷെ അവൾ വാങ്ങിച്ച് തരണമെന്നല്ല പിന്നെ പറയാം, അമ്മ അതൊന്ന് ഉണ്ടാക്കി തരുമോ എന്നാണ് ചോദിക്കുക. അപ്പോൾ അവളങ്ങനെ ചോദിച്ചപ്പോൾ ഞാനും വിചാരിച്ചു എന്നാൽ ഒന്ന് വീട്ടിലുണ്ടാക്കാം, KFC ആയില്ലെങ്കിലും ആ സ്റ്റൈലിലൊന്നും ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ എണ്ണയൊക്കെ ഒരു കളർ മാറിയത് അതിൽ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ. ആദ്യത്തെ ട്രിപ്പ് തന്നെ ഇട്ടതാണിത്, അതിൻ്റെ കളർ മാറിയത് ഇതുകൊണ്ടാണ്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇരിക്കും നമ്മുടെ ചിക്കൻ. അപ്പോൾ ഇവിടെ ചേട്ടനും മോളൊക്കെ കഴിച്ചിട്ട് പറഞ്ഞത് KFCനേക്കാളും അവർക്കിത് ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു ഡിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് പുഴുങ്ങിയ മുട്ട വെച്ചിട്ടുണ്ടാക്കിയ ഡിപ്പാണ്. അതും പിന്നെ നമ്മുടെ സോസും കൂട്ടി കഴിക്കുക, സൂപ്പറായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്